ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയിലുണ്ടല്ലോ തലസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. സ്റ്റെഫിൻ, ഈ മഴ തുടരെ പെയ്തുകൊണ്ടിരുന്നാൽ വെള്ളക്കെട്ട് രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് തലസ്ഥാനത്ത് ഇന്നലെ പെയ്ത മഴയിൽ എവിടെയൊക്കെയാണ് ദുരിതം ഉണ്ടായിട്ടുള്ളത്, എവിടെയൊക്കെ വെള്ളക്കെട്ടുണ്ട്, മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സ്റ്റെഫിൻ? മോത്തി, ഇപ്പോൾ ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് തലസ്ഥാന നഗരിയിൽ നിലവിലെ സ്ഥിതി അനുസരിച്ച് കാര്യമായ പ്രശ്നങ്ങൾ എങ്ങും തന്നെ ഇല്ല. ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴ ഉണ്ടായിരുന്നു നഗരപ്രദേശത്തും, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിലും ഒക്കെ തന്നെ മഴ ഉണ്ടായിരുന്നു. എങ്കിലും ഏതാണ്ട് ഒരു 2 മണിക്കൂറായി ഇപ്പോൾ മഴ തോർന്നു നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാകാറുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നഗരപ്രദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ ചാക്കയിലാണ് ഇപ്പോൾ അല്പമെങ്കിലും വെള്ളക്കെട്ടുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നും തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അട്ടക്കുളങ്ങര ഭാഗത്താണ്. അട്ടക്കുളങ്ങരയിൽ സാധാരണഗതിയിൽ റോഡ് പണിയുടെയൊക്കെ ഭാഗമായി വെള്ളക്കെട്ട് ഉണ്ടാകാറുള്ള സ്ഥലമാണ്. മുൻപൊക്കെ നമുക്ക് അറിയാം, സ്മാർട്ട് റോഡിന്റെ നിർമ്മാണവുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗമൊക്കെ ഏതാണ്ട് വെള്ളത്താൽ മൂടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കാര്യമായ പ്രശ്നം ഈ മഴയിൽ ഉണ്ടാകുന്നില്ല. വെള്ളമെല്ലാം തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരം നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സ്ഥിരമായി വെള്ളം കയറുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയും തീരദേശ മേഖലയിലും ഒരു അതിജാഗ്രത വേണ്ട സമയം കൂടിയാണ്. കാരണം മഴയുടെയും മണ്ണിടിച്ചിലിന്റെയും ഒക്കെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് നിർദ്ദേശം. നേരത്തെ മഴയുടെ ഒരു പശ്ചാത്തലത്തിൽ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്കുള്ള പ്രവേശനം നിർത്തിവെച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് അത് തുറന്നു കൊടുത്തത്. അവിടേക്ക് ആളുകൾക്ക് വരുന്നതിന് ഇപ്പോൾ ഏതായാലും നിയന്ത്രണം ഒന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഏറ്റവും പ്രധാനമായും മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ തീരദേശത്തും കൂടുതൽ ജാഗ്രത വേണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. മോത്തി.